മാച്ചിട്ട് തീർക്കല്ലാന്ന്. ഇനി മസ്ജിദുള്ള കളിയൊന്നും നടക്കാൻ പോകുന്നില്ല മക്കളെ. 26-ാം തീയതി അൻവർ ഖാന്റെ മോന്റെ കല്യാണത്തിനാണ് നമുക്കിനി പരിപാടി ഉള്ളൂ. 21-ന്റെ പരിപാടി ഓളം ഉണ്ടായില്ലേ, ആ സിമി ടോമിന്ന്. ഇപ്പൊ എല്ലാ കല്യാണ വീട്ടിലും ഓളല്ല പാടുന്നത്. TV തുറന്നാലും ഓള്, കോമഡി ഷോയിലും ഓള്. ഇനി എന്നാണ് അവ വാർത്ത വായിക്കണെന്ന് അറിയില്ല. എന്നാലെന്താന്ന് ഓളെന്നാ പാടില്ല. ഫുള്ള് ചെക്കന്മാർ ഓളെ വയ്യാല് തന്നെയല്ലേ. അല്ല സലീമേ, നമ്മൾ അതിന് പൈസക്ക് വേണ്ടി അല്ലല്ലോ പരിപാടി നടത്തണം. കോഴിക്കോട്ടുകാർക്ക് ബാബുക്കാന്ന് വെച്ചാൽ ആരാ? മൂപ്പര് മാതിരി പൈസക്ക് വേണ്ടി അല്ലല്ലോ പണ്ടും പാടിയത്. അതുകൊണ്ടല്ലേ മൂപ്പരുടെ കമ്പനി നമ്മൾ വീണത്. അത് ശരിയാ. ഇപ്പോഴും ബാബുക്കാനെ നെഞ്ചിക്കൊണ്ട് നടക്കണ എത്ര ചെറുപ്പക്കാരുണ്ട്. നല്ല പാട്ട് കേൾക്കാൻ എപ്പോഴും ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളിടത്തോളം കാലം നമ്മളും പിന്നല്ലാതെ ഇവിടെ പാടി പാടി തൊണ്ടന്റെ ഫീസ് പോണ കാലായി. നമുക്കിതൊക്കെ മാറ്റിയിട്ട് ഒരു ബാൻഡ് മോഡലാക്കിയാലോ? ഈ അവിയല് സാമ്പാർ എന്നൊക്കെ പറയും പോലെ. തമാശ അല്ലാന്ന്. ഞാൻ TV ഓർന്ന് നോക്കുമ്പോ നമ്മൾ ഒരു പുഷ്പം ഒരുത്തൻ നിന്നങ്ങനെ നാവ് നീട്ടി ഒരു പൊറാട്ട പരുവത്തിൽ അങ്ങനെ പാടുക. ഇതെങ്ങാനും ബാബു കറിഞ്ഞിട്ടുണ്ടെങ്കിൽ കവർന്ന് എണീറ്റ് വന്നിട്ട് അടിച്ചോന്റെ ചള്ളക്കുറ്റി പൊട്ടി. എന്നാലും നന്നായി പാടുന്നവരുണ്ട് ടോറക്കൂട്ടത്തിൽ. ഇത്രയും വലിയ പാട്ടുകാരനായിട്ട് കോഴിക്കോടിന്റെ സ്വന്താണ് മുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ബാബുഖാൻ ഒരു പ്രതിമ പോലും ഇല്ല. കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ മേയറോട് പറഞ്ഞാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? പറഞ്ഞ് നാ ഭാഗത്തിട്ടിട്ടില്ല. ദേ വരുന്ന ഒരു ന്യൂ ജനറേഷൻ. എന്താണ് എന്റെ വിവരമൊന്നുമില്ലല്ലോ. വിവരം ഇല്ലായിട്ടാണ് ഇവിടെ വരെ എത്തിയ. കേട്ടാ തോന്നുന്നു മൂപ്പർ IAS കഴിഞ്ഞ് വരികയാന്ന്. അല്ല, ഇപ്രാവശ്യം രക്ഷപ്പെടുവോ? ഓ, തുടങ്ങിയോ എല്ലാരുടെ? ഓനും ഇങ്ങോട്ട് കേറിക്കോട്ടെന്ന്. എന്നിട്ട് പോരെ ഇങ്ങടെ വിസ്താരം. എന്ത് കോലാടത്. നീ ആകെ മെലിഞ്ഞല്ലോ. അതൊരു വെറുതെ തോന്നുന്നതാ. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. 4 കൊല്ലത്തെ പഠിപ്പ് 7 കൊല്ലം കൊണ്ട് തീർത്തല്ലേ. പഠിച്ച് ക്ഷീണിച്ചതാവും. സലീമേ, നീ ഞാനും പഠിച്ച ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നല്ലോ പഠിക്കണേ. 1000കണക്കിന് ഏക്കറാ അവന്റെ കോളേജ്. ഒന്നുവരെ നടന്നിട്ടാലും ക്ഷീണിക്കൂലേ? അത് ശരിയാ. പറമ്പുണ്ടെങ്കിൽ പിന്നെ ആരും ക്ലാസ് കയറുമോ? വാടാ, നീ അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. വാടാ സലീമേ, നീ പറഞ്ഞില്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ, പിന്നെ നീ എന്തെത്ര വൈകി? ട്രെയിനിന് ടിക്കറ്റ് ഇടണ്ടേ? ഇപ്രാവശ്യം നീ ഇതെനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. പിന്നെ പഠിപ്പിക്കാം. അത് നിങ്ങളെ പണ്ട് ഗുരുവായൂരപ്പൻ കോളേജിന്റെ പറമ്പ് കൂടെ ആവിട്ടടക്കം പഠിച്ചുകൂടായിരുന്നോ? പഠിക്കാൻ പറ്റിയൊരു. അതെ, കാണാൻ ആസവലിന്റെ മാതിരി ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. ഉള്ളു നന്നാവണം. മറ്റുള്ളവരും കൂടി രക്ഷപ്പെട്ടോട്ടോ എന്നുള്ള ബോധം വേണം. ഓ, ഇതാ വരണേ. എന്തൊരു നാറ്റാടാ ഇതിനൊക്കെ. നീ അലക്കാറും കുളിക്കാറും ഒന്നും ഇല്ലേ? ബാലു, ബാലു, നീ ഇതിലൊന്ന് സെലക്ട് ചെയ്തേ. എന്റെ വെഡിങ് കാർഡ്സാ. നീ വന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാ. ഡാ പറയടാ, എന്താ ഇതിലേതാ നിന്റെ ചോയ്സ്? നന്ദു, നീ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഇത്? പിന്നല്ലാതെ. നീ എന്ത് വിചാരിച്ചു? പറയാൻ കുറച്ച് പ്രായമുണ്ടെന്നേ ഉള്ളൂ. ആള് ഹാൻസമാ. നീ ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ. സതീഷ് ഏട്ടനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. സതീഷ് ഏട്ടനോ? എടി, ഒരുമാതിരി സീരിയൽ വിളിയായി പോട്ടത്. ഒന്നുമില്ലെങ്കിലും നീ ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ? പോട്ടെ ചക്ക, വാ എണീക്ക്. ഞാൻ ഇന്ന് നല്ല കോഴിക്കറി അരിപ്പത്രി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേഗം വന്നില്ലെങ്കിൽ അതോടെ സലീം കൊണ്ടുപോവേ.